ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ദിവസത്തെ വിശേഷങ്ങളാണ്. നാട്ടിലെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ ഇവിടെ ഇപ്പം എണീറ്റ് വരുമ്പോഴത്തേക്കും ഈ ചായ തിളപ്പിക്കുന്ന ആ ഒരു സീനാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പം ലേറ്റായിട്ട് തന്നെയാണ് എണീക്കുക. ഒന്നാമത് നമ്മുടെ അമേരിക്കൻ ടൈമും ഇന്ത്യൻ ടൈമും തമ്മിലുള്ള വ്യത്യാസമുള്ളതുകൊണ്ട് അതിതുവരെ ശരിയായിട്ടില്ല. പിന്നെ ജാനോട്ടിയുടെ ഉറക്കം അനുസരിച്ചിട്ടാണല്ലോ നമ്മുടെ ഉറക്കം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഇത്തിരി ലേറ്റാവും. അപ്പോഴത്തേക്കും അമ്മ ചായ ഇടുകയാണ് എല്ലാവർക്കും. ഞാൻ ചായയില്ല. അപ്പോൾ എല്ലാവരും ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പിന്നെ ചായയും കുടിക്കാറില്ല. അപ്പം ജാനൂട്ടി ഉറങ്ങുന്ന സമയത്ത് വേഗം ഇങ്ങനെ വന്ന് വീഡിയോസ് എടുക്കുകയാണ്. ഇന്ന് രാവിലത്തെ ഭക്ഷണം പുട്ടാണ്, പുട്ടും പഴമാണ്. അപ്പോൾ ദേ പുട്ട് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. സൈഡിൽ തന്നെ ഉച്ചയ്ക്കുള്ള പരിപാടികളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം സാമ്പാറാണത്, നമ്മുടെ വഴുതനങ്ങയൊക്കെ ഇട്ടിട്ടുള്ള സാമ്പാർ ഉണ്ടാക്കുന്നുണ്ട്. അതിപ്പം ചേച്ചിമാർ ജാനൂട്ടിനെ കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നതാണ്. അപ്പം അവരാണ് ഇന്നത്തെ പാചകം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഉച്ചയൂണിൻ്റെ സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഓരോരോ കഥകളൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇപ്പം സംസാരിച്ചുകൊണ്ടാണ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെ, അമ്മ അവിടെ അലക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം. എന്താ ചോറ് ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ചോറ് നമ്മൾ ഈ ഒരു അടുപ്പിലാണ് വയ്ക്കുക. അപ്പം അതിൻ്റെ അപ്പുറത്ത് വെള്ളം വെച്ചിട്ടുണ്ട്. അതിൻ്റെ ചൂടിൽ തന്നെ വെള്ളം ചൂടായിക്കൊണ്ടിരിക്കും. അപ്പം ചോറിൽ വെള്ളം കുറയുമ്പം ആ ചൂടുവെള്ളം എടുത്തിട്ട് ചോറിനകത്ത് ഒഴിക്കാം. അങ്ങനെയൊക്കെയാണ് ഇവിടെ പരിപാടികൾ. അപ്പോൾ ജാനൂട്ടി ഉറങ്ങണില്ലേ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ജാനൂട്ടിനെ ഏട്ടനെ കൊടുത്തിട്ട് ഏട്ടനാണ് ഉറക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഞാൻ വേഗം ഇങ്ങനെ വീഡിയോ എടുക്കാൻ വന്നതാണ്. ഇല്ലെങ്കിൽ ഇവിടുത്തെ എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയാണ് ഞാനിപ്പം വീഡിയോസൊന്നും എടുക്കാതെ പോകുന്നത് ഈ ഒരു കാരണം കൊണ്ടാണ്. ജാനൂട്ടിനെ ഉറക്കിയിട്ട് വരുമ്പോഴത്തേക്കും ഇവിടെ എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ എടുക്കാനൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ദേ പുട്ടൊക്കെ ആയി. ഞാൻ ഓർത്ത് ഇതിപ്പം ആദ്യത്തെ പുട്ടാന്ന് പറഞ്ഞിട്ട് എടുത്തതാണ്. പക്ഷേ പുട്ടൊക്കെ ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞാനിത് ജാനൂട്ടിനെ ഉറക്കാൻ പോയപ്പോഴത്തേക്കും. ഇപ്പോൾ പാട എടുത്ത് വയ്ക്കുന്നില്ലേ? ഇവിടെ അമ്മ പാലിൻ്റെ പാടയൊക്കെ എടുത്ത് വെച്ചിട്ടാണ് നെയ്യ് ഉണ്ടാക്കുന്നത്. അതെപ്പോഴും ഇങ്ങനെ ഒരു ഡബ്ബയിൽ എടുത്ത് വയ്ക്കും. അപ്പോൾ അതുകൊണ്ട് നല്ല ഫ്രഷ് നെയ്യ് കിട്ടുമല്ലോ. അങ്ങനെയാണ് ചെയ്യണത്. ഇത്രയും കിട്ടിയോ? എപ്പോൾ വന്നതിന് ശേഷം വിക്കിക്കുട്ടൻ എന്താ ചെയ്യണേ? വ്ളോഗ്. അപ്പോൾ ചേച്ചിമാരുടെ കുട്ടികളും വന്നിട്ടുണ്ട്. അപ്പോൾ വിക്കിക്കുട്ടൻ അവരുടെ കൂടെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ടി വി കാണലുമാണ്. അപ്പോൾ രാവിലത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരെയും വിളിക്കാൻ വന്നതാണ്. എവിടെ അവരെവിടെ? അവർ വെളിയിലിരുന്ന് കാറ്റ് കൊള്ളുകയാണ്. എന്താ പരിപാടി? അപ്പോൾ അവരൊക്കെ ഇങ്ങനെ ബാൽക്കണിയിലിരുന്ന് ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ വന്നില്ല. ഇവിടുന്ന് കാണുമ്പോൾ നല്ല രസമുണ്ടല്ലേ. നമുക്കിവിടുന്ന് ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ നല്ല രസമാണ്. നല്ല എല്ലാ മരങ്ങളൊക്കെ കാണാം, നല്ല കാറ്റൊക്കെ ഉണ്ടാവും. പുട്ട് അവിടെ റെഡി ആയിട്ടുണ്ട്. ഏട്ടനിപ്പോൾ ജാനൂട്ടിനെ ഉറക്കിയിട്ട് വന്നതാണ്. വിക്കി ഇപ്പം ടി വി കണ്ടുകൊണ്ടിരിക്കുന്നു. അവന് ഭക്ഷണമൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നു കഴിയുമ്പോൾ പിന്നെ പ്രത്യേകിച്ചൊന്നും കഴിക്കാറില്ല. ഇങ്ങനെ കളിച്ചുകൊണ്ട് നടക്കലാണ് കൂടുതലും. ഇവിടെ ഇപ്പോൾ എല്ലാവരും രാവിലെയൊക്കെ ആകുമ്പോഴത്തേക്കും കുളിച്ച് റെഡി ആയിട്ടൊക്കെ ഇരിക്കും. ഞാൻ മാത്രമാണ് ഒന്നും റെഡി ആവാതെ അങ്ങനെ ഇരിക്കുന്നത്. അപ്പം ഇനിയിപ്പം ഭക്ഷണം കഴിക്കുകയാണ്. രാവിലെ എല്ലാവരും കൂടെ ഒരുമിച്ചൊന്നും ഇരുന്ന് കഴിക്കാൻ പറ്റില്ല. ഓരോരുത്തരും ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് സമയം പോലെ. അതെ, 2 കുട്ടികളുടെ അമ്മയാണ് ഈ നടക്ക് നിൽക്കുന്നത്. അപ്പോൾ ചേച്ചിമാർക്കൊക്കെ കോളേജിൽ പഠിക്കുന്ന കുട്ടികളൊക്കെയാണ് ഉള്ളത്. അപ്പം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, ഇവരെ കണ്ടു കഴിഞ്ഞാൽ പ്രായമൊന്നും തോന്നില്ല, ഇത്രയും വലിയ കുട്ടികളുള്ളതെന്ന്. മറ്റേ വലിയ ചേച്ചിക്ക് ഒരു കുട്ടി കൂടെ ഉണ്ട്. അവൻ നേവിയിലാണ് ജോലി ചെയ്യാണ്. അപ്പം ലീവിന് വന്നിട്ടില്ല. 2-3 ദിവസം കൂടെ കഴിയുമ്പോഴത്തേക്കും വരും. അപ്പം സെൽഫി എടുക്കുമ്പോഴത്തേക്കും ഫോട്ടോസ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എടുക്കുമായിരുന്നു. ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ കൂടില്ലല്ലോ, വല്ലപ്പോഴൊക്കെ ഇതുപോലെ ഞാനൊക്കെ വെക്കേഷന് പോകുമ്പോഴാണ് ഇങ്ങനെ കൂടുന്നത് എല്ലാവരും കൂടിയിട്ട്. അപ്പോഴത്തേക്കും വിക്കിക്കുട്ടൻ ക്യാമറ വാങ്ങിയിട്ട് അതേ വീഡിയോസ് എന്തൊക്കെയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾക്ക് എന്തായാലും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. സന്തൂർ മമ്മികളാണ് ഇവിടെ നിൽക്കുന്നത്. പിന്നെ അനിയത്തിയും അനിയനും മോളൊക്കെ അനിയത്തിയുടെ വീട്ടിൽ ഒരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോയിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവരെ കാണാത്തത്.
ഉണ്ണി കരയണോ? പുട്ടിൻ്റെ കൂടെ പഴം വലിയ താല്പര്യമൊന്നുമില്ല എനിക്ക്. വലിയ താല്പര്യമൊന്നുമല്ല, ഒട്ടും ഇഷ്ടമല്ല. പിന്നെ ഇപ്പം പഴം മാത്രമേ ഉള്ളൂ. ഇവിടെ ആണെങ്കിൽ വന്നതിന് ശേഷം ഫുൾ പഴമാണ്. ഓരോ കൊല്ലം പഴം ഇങ്ങനെ ഉണ്ടാവും, നമുക്ക് കിട്ടുമല്ലോ വാഴയിൽ നിന്ന്. അപ്പോൾ അതുകൊണ്ട് അതിങ്ങനെ വെക്കും. അത് പഴുക്കും തോറും ഇവിടെ ഉള്ളവരെല്ലാവരും അത് കഴിച്ച് തീർക്കണം, ഇല്ലെങ്കിൽ കേടുവന്ന് പോകും. അപ്പോൾ ഒത്തിരി പഴം ഉണ്ടാകുമ്പോൾ ഇങ്ങനെ പുട്ടുണ്ടാക്കും. പുട്ടിൻ്റെ കൂടെ ആകുമ്പോൾ പിന്നെ കഴിക്കാമല്ലോ. ഉപ്മാവിൻ്റെ കൂടെയും പഴം കഴിക്കും ഇവിടെ. അപ്പം രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ചോറൊക്കെ വെന്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പം കൂടുതൽ അരി വെക്കുന്നതുകൊണ്ടാണെന്ന് വെച്ചാൽ, അരി ഇടുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഊറ്റിയിടുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഊറ്റിയെടുക്കുന്നത്. ഇല്ലയെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ പാത്രത്തിൽ വെച്ചിട്ട് ഊറ്റിയെടുക്കുമല്ലോ, ആ ഒരു രീതിയിലാണ് ഊറ്റുക. ഇതിപ്പം വലിയ പാത്രം ആയതുകൊണ്ട് അങ്ങനെ ഊറ്റുമ്പം ഇത്തിരി റിസ്ക്കാണ്. അപ്പം ഇങ്ങനെ ഊറ്റുന്നുണ്ട്. വാഴയിലൊക്കെ വെച്ചിട്ടാണ് അമ്മ ഊറ്റണത്. നടന്ന വീട് എന്തൊക്കെയാണ് കിടക്കുന്നുണ്ട്. പിന്നെ സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പരിപ്പിലോട്ടിട്ടിട്ട് അത് വേവിച്ചെടുക്കുകയാണെല്ലാം, ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട്. അപ്പോൾ അച്ഛനിപ്പം പാടത്തൊക്കെ പോയിട്ട് വന്നിട്ട് ഇപ്പോഴാണ് കഴിക്കുക ഭക്ഷണം. അപ്പോഴത്തേക്കും നമ്മൾക്ക് നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ പ്രസവി ചേച്ചി കുറച്ച് ലൂബിക്ക് തന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് ഉപ്പിലിടാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പം ഈ ഒരു ദിവസം തന്നെ ചെയ്തതുകൊണ്ട് ഈ വ്ളോഗിൻ്റെ കൂടെ ആഡ് ചെയ്യണമെന്നേ ഉള്ളൂ. അപ്പം ലൂബിക്കൊക്കെ കഴുകി നമ്മൾ നന്നായിട്ട് പച്ചമുളകൊക്കെ കീറിയിട്ട് അതിൽ കല്ലുപ്പും ഒക്കെ ഇട്ട് ലൂബിക്കെല്ലാം ഇട്ട് നല്ല തിളച്ച് ആറ്റിയ വെള്ളമാക്കി കഴിയുമ്പം അധികം പെട്ടെന്ന് കേടുവരില്ല. പിന്നെ വിനാഗിരിയും കൂടി ഇട്ട് കുറച്ച് ഒഴിക്കുക. അങ്ങനെ ഇട്ടിട്ട് എടുത്തു വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ആവും. ഞാനോർത്തു ഇതൊക്കെ മാങ്ങ പോലെ കുറച്ച് സമയം എടുക്കും, ലേറ്റ് ആവുമെന്ന് വിചാരിച്ചു. പക്ഷെ 2 ദിവസം കഴിയുമ്പോൾ തന്നെ നോക്കുമ്പോഴത്തേക്കും ഉപ്പൊക്കെ പിടിച്ച് നല്ല അടിപൊളിയായിട്ട് ഇരിക്കണ്ടായിരുന്നു. അപ്പോൾ അമ്മയും ഞാനും കൂടിയിട്ടാണ് ഇത് എടുക്കുന്നത്. അമ്മയാണ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഞാൻ വീഡിയോ എടുക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പം ഇത് ജസ്റ്റ് ഒന്ന് മുളകൊക്കെ താഴെ പോയി, അപ്പോൾ ഒന്ന് കുലുക്കിയിട്ട് എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്യാണ്. അപ്പോഴേക്കും ഏട്ടൻ വന്നു. ഏട്ടനെ ഒന്ന് ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നന്നായിട്ട് കുലുക്കുകയാണ്. അപ്പോഴേക്കും ഇവിടെ ചേച്ചിമാർ വറുത്തരച്ച സാമ്പാർ ഉണ്ടാക്കുകയാണ്. അതിനുള്ള സംഭവങ്ങളൊക്കെ വറുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ എല്ലായ്പ്പോഴും കാണിക്കുന്നതുകൊണ്ട് അത് കാണിക്കണില്ല. വെണ്ടയ്ക്ക സൈഡിൽ വഴറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. കഷ്ണങ്ങളൊക്കെ അവിടെ ഏകദേശം വെന്തിട്ടുണ്ട്. ചേച്ചിമാരുടെ എന്താ വിജയകുട്ട? അപ്പോൾ ഭക്ഷണത്തിന് ഇന്നിപ്പം സാമ്പാറും അതുപോലെ അവിയൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല. ഞാൻ ചാനൂട്ടിനെ നോക്കിയിട്ട് വരുമ്പോഴത്തേക്കും ഇവിടെ അവിയലൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇഞ്ചിപ്പുളി ഉണ്ട്, അത് ചിറ്റ വരുമ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നതാണ്. അപ്പം പിന്നെ പപ്പടവും അച്ചാറുകളും അത്രയൊക്കെയാണ് ഇന്നത്തെ ഒരു ഉച്ചയൂണെന്ന് പറയുന്നത്. അപ്പോൾ ഇത് എല്ലാവരും പ്ലേറ്റൊക്കെ കൊണ്ടുവച്ച് എല്ലാ സാധനങ്ങളും വെച്ചിട്ട് റെഡി ആയിട്ട് ഇരിക്കുകയാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. കുട്ടികളൊക്കെ നേരത്തെ കഴിച്ചു, ഇടയിൽ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ 3 നേരം കൂടിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. ഏട്ടൻ പിന്നെ ഉറങ്ങുകയാണ്. ഇപ്പം ഉറങ്ങുന്ന സമയമല്ല നമ്മുടെ, പക്ഷേ സമയം മാറിയതുകൊണ്ട് തന്നെ ഏട്ടൻ ഉറക്കം വന്നപ്പോൾ അങ്ങനെ കിടക്കുമായിരുന്നു. അപ്പോൾ പിന്നെ ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് ഏട്ടനെ വിളിച്ചില്ല. ബാക്കി എല്ലാവരും കഴിച്ചു. അപ്പോൾ ഞങ്ങൾ 3 നേരം കൂടിയിട്ട് ഇരുന്നിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒത്തിരി നാളായല്ലോ ഇങ്ങനെ എല്ലാവരും കൂടിയിട്ട് ഇരുന്ന് കഴിച്ചിട്ട്. പണ്ടൊക്കെ ഞാനും ഇതുപോലെ ചേച്ചിമാരുടെ വീട്ടിലോട്ട് പോകും. ചെറുതായിരിക്കുമ്പോൾ നമ്മളിങ്ങനെ വെക്കേഷനൊക്കെ കുറച്ച് നാൾ ഇരിക്കാനൊക്കെ പോകുമല്ലോ, അപ്പോഴാണ് ഇങ്ങനെ എല്ലാവരും കൂടിയിട്ട് കഴിക്കുക. അപ്പം ചേച്ചിയുടെ അമ്മ, അതായത് വല്യമ്മ, ഇങ്ങനെ ഇലയിലാണ് ഞങ്ങൾക്ക് ഭക്ഷണം തരാം. എനിക്ക് ഇലയിൽ ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അവിടെ പോയി കഴിഞ്ഞാൽ മാത്രം നിറയെ ഇങ്ങനെ ഭക്ഷണം കഴിക്കും. ഈ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ കഴിക്കില്ല. അപ്പോൾ അത് ഇപ്പോഴും ഇങ്ങനെ പറയും അവർ, അവിടെ ആകുമ്പോൾ വല്യമ്മയുടെ ഭക്ഷണമൊക്കെ ആകുമ്പം കഴിക്കുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ദേ അമ്മ പപ്പടമൊക്കെ കഴിച്ചിട്ട് കൊണ്ടുവന്നു. അപ്പോൾ അമ്മയും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, അമ്മയും കൂടിയിട്ട് ജോയിൻ ചെയ്തു എന്തായാലും. പിന്നെ നമ്മളിങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചേച്ചിമാരുടെയൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടും എൻ്റെ കഴിച്ച് കഴിഞ്ഞിട്ടില്ല. എന്താ കഴിച്ച് കഴിഞ്ഞിട്ടില്ല എന്ന് എനിക്കറിയില്ല. ഞാനിപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഓർക്കുന്നത്, ഇതെന്താ ഇത്രയും പതുക്കെയാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ.
പിന്നെ അപ്പോഴത്തേക്കും ഏട്ടൻ വന്നു ഉറങ്ങി എണീറ്റിട്ട്. പിന്നെ ഇനിയിപ്പം ഏട്ടനും ഭക്ഷണം കഴിച്ച് കഴിഞ്ഞു, എല്ലാവരും കഴിച്ചു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് പറയുന്നത്. ഒരു കുഞ്ഞു വ്ളോഗാണിത്. വൈകുന്നേരം വരെ ഉള്ളതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് രാവിലെ പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ഉറക്കം വന്ന് ഞാൻ ഉറങ്ങി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉറങ്ങിയിട്ട് ഇവർ വിളിച്ചിട്ട് ഇവർ വൈകുന്നേരം പോകുമ്പോൾ കൂടെ എണീക്കാൻ പറ്റിയില്ല. അത്രയ്ക്കും ഭയങ്കര ഡീപ്പ് സ്ലീപ്പിലായിരുന്നു. അപ്പോൾ അങ്ങനെ വ്ളോഗ് പകുതി വെച്ച് നിർത്തേണ്ടി വന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അത്രയേ ഉള്ളൂ. എന്തായാലും എല്ലാവർക്കും ഈ ഒരു കുഞ്ഞു വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് എൻ്റെ ഇവിടെ വരെ കണ്ടതിൽ. ബൈ.